ഇരിക്കുകയും ഇന്ന് ഈ അവതാരം സാക്ഷി പറയലാണ് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആശുപത്രിയിലായിരുന്നു. പലരും പല സ്ഥലത്ത്, ഒരാൾ ICU യൂണിറ്റിൽ, ഒരാൾ കാഷ്വാലിറ്റിയിൽ, ഒരാൾ ഓപ്പറേഷനിൽ, അങ്ങനെ പല പല ഭാഗത്തായിരുന്നു. ചികിത്സ കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ചയോളം ആശുപത്രി കിടക്കേണ്ടി വന്നു. പലരെയും പല ദിവസങ്ങളായിട്ടാണ് ഡിസ്ചാർജ് ചെയ്തത്. പലർക്കും പല സ്ഥലത്തായിരുന്നു ഈ മുറിവുകളും അപകടമൊക്കെ പറ്റിയത്. അപ്പോൾ ഭാര്യയുടെ ഡിസ്ചാർജിന് 2 ദിവസം മുമ്പായിട്ട് ഭാര്യ ചികിത്സ ഡോക്ടർ പറഞ്ഞു ഈ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് CT സ്കാൻ ചെയ്തായിരുന്നു. ആ CT സ്കാനിൽ ഭാര്യയുടെ വലതുവശത്തെ ബ്രസ്റ്റിനകത്ത് ഒരു മുഴയുണ്ട് എന്ന് പറഞ്ഞു. അത് എളുപ്പമൊന്നും ചെയ്യേണ്ട, ഈ ഓപ്പറേഷൻ ഈ അപകടത്തിൻ്റെ ആഘാതം അതൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് നോർമൽ ആയിട്ട് ഒരു 1-2 മാസം കഴിഞ്ഞ് നമുക്ക് കൂടുതൽ പരിശോധിച്ചിട്ട് ചികിത്സ നടത്താം, അതിനുപറ്റി നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഭാര്യ പറഞ്ഞു ഇല്ല, അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഉണ്ടെങ്കിൽ അറിയാമായിരുന്നല്ലോ, അങ്ങനെ എൻ്റെ ശരീരത്തിൽ അങ്ങനെ മഴയൊന്നുമില്ല എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങളത് പോയി. അങ്ങനെ 3-4 മാസം കഴിഞ്ഞു. ഞങ്ങൾ നോർമൽ സാധാരണ ജീവിതത്തിലേക്ക് വരികയായിരുന്നു. ഈ 2024 ഡിസംബർ ആയപ്പോഴത്തേക്ക് ഇങ്ങനെ ഭാര്യ പറഞ്ഞതുപോലെ മഴയുള്ളതായിട്ട് തോന്നുന്നുണ്ട്, അത് കയ്യിൽ തട്ടുന്നുണ്ട്, നമുക്കൊന്ന് ഡോക്ടറെ കാണാൻ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ക്രിസ്മസ് അവധിക്ക് നാട്ടിൽ വന്നപ്പോഴത്തേക്ക് അന്ന് അപകടത്തിൽപ്പെട്ട ആശുപത്രിയിൽ തന്നെ വീണ്ടും ചികിത്സയ്ക്ക് പോയി. ആ ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അടിയന്തരമായിട്ട് ഓപ്പറേഷൻ ചെയ്യണം, പറ്റുമെങ്കിൽ നമുക്ക് നാളെ തന്നെ അഡ്മിറ്റ് ആകാമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ അഡ്മിറ്റായാൽ പിള്ളേരുടെ വിദ്യാഭ്യാസം എല്ലാം പോകണം. ഏകദേശം 1-2 മാസക്കാലത്തുള്ള സ്കൂൾ അത്യാവശ്യം വർഷം തീരാവുന്ന സമയമായതുകൊണ്ട് ഞാൻ ഡോക്ടറെ പറഞ്ഞു ഡോക്ടർ 3 മാസം കൂടെ സമയം തരണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 മാസം എടുത്തോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഈ ഉടമ്പടിയിലായതുകൊണ്ട് എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറായി. ഞങ്ങൾ വീണ്ടും ജോലി സ്ഥലത്തേക്ക് പോയി ക്രിസ്മസ് അവധി കഴിഞ്ഞിട്ട്. അപ്പോൾ വീണ്ടും ചെല്ലുന്നതോറും ഇതിൻ്റെ മഴ ഇങ്ങനെ വലുതായി വന്നു. ഏതായാലും മാർച്ചിൽ സ്കൂൾ അടച്ചു. ഏപ്രിൽ ആദ്യം തന്നെ ഞങ്ങൾ വീണ്ടും ആശുപത്രിയിൽ വരികയും അത് അഡ്മിറ്റായി. പ്രശ്നമുണ്ടായിരുന്ന ഒരു മഴ അത് ഓപ്പറേഷൻ ചെയ്തെടുക്കുകയും ചെയ്തു. അത്യാവശ്യം വലിപ്പമുള്ളൊരു മഴയായിരുന്നു. അപ്പോൾ ഡോക്ടർ അത് ബയോപ്സിക്ക് അയച്ചു. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ബയോപ്സിക്ക് റിസൾട്ട് വന്നു. ആ മഴയ്ക്കകത്ത് ക്യാൻസറിൻ്റെ സെല്ലുണ്ട്, നിങ്ങളത് കൂടുതലായിട്ടുള്ള വിദഗ്ധമായ ചികിത്സയ്ക്ക് പോകണം. കൂടാതെ 8-10 ചെറുതും വലുതുമായ 8-10 മുഴകളും അതിന് ചുറ്റുമുണ്ടെന്ന് ഇവർ പറയുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതിന് ചികിത്സ എന്ന് പറഞ്ഞാൽ ഇത്രയും മുഴകൾ കൂടുതലുള്ളതുകൊണ്ട് ഫസ്റ്റ് ഓപ്പറേഷൻ ചെയ്ത് മാറ്റുക, പിന്നെ നമുക്ക് കീമോയോ റേഡിയേഷനോ ചെയ്ത് ചികിത്സ ചെയ്യാം, അതായിരിക്കും ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞു. എന്തായാലും ഇപ്പോൾ ഉടനെ വേണ്ട, 2 മാസം കഴിയട്ടെ, നമുക്കിതിൻ്റെ വിശദമായ പരിശോധന നടത്തണമെങ്കിൽ ഈ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ഭാഗമായുള്ള സെല്ലുകളൊക്കെ ഒന്ന് സ്റ്റേബിളായിട്ട് നമുക്ക് 2 മാസം കഴിഞ്ഞ് ഈ MRI മാമോഗ്രാം MRI എന്നൊരു ടെസ്റ്റ് ഉണ്ട്, അത് നടത്തിയിട്ട് നമുക്ക് വീണ്ടും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം വളരെ ദുഃഖത്തോടെ ക്യാൻസർ രോഗം ബാധിച്ചല്ലോ എന്നുള്ള വിഷമത്തോടുകൂടി, എനിക്ക് വിഷമമില്ലായിരുന്നു, അവർക്ക് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു ഡോക്ടർ റൂമിൽ വെച്ച്. ഞങ്ങളെല്ലാം പറഞ്ഞ് സമാശ്വസിപ്പിച്ചെങ്കിലും അതങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അങ്ങനെ വീണ്ടും 2 മാസം കഴിഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഭാര്യ ഇവിടെ വന്ന് വീണ്ടും ആദ്യമായിട്ട് ഉടമ്പടി എടുത്തായിരുന്നു. അങ്ങനെ 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ മാമോഗ്രാം MRI മാമോഗ്രാം ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് ഒരു ലാബിൽ പോയി. മാമോഗ്രാം ചെയ്തു. പിന്നെ തൈറോയിഡിൻ്റെ കുഴപ്പമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു. അതിൻ്റെ റിസൾട്ട് എല്ലാം കിട്ടി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഏത് ആശുപത്രിയിൽ പോകണം എന്നതിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ RCCയിൽ ഞങ്ങൾ തിരുവനന്തപുരത്തായതുകൊണ്ട് RCCയിൽ പോകാം. പക്ഷേ RCCയിൽ പോകാൻ പുള്ളിക്കാരിക്ക് ഭയങ്കര പേടിയായിരുന്നു. അത് ഭയങ്കര തിരക്കാണല്ലോ അവിടെ. പിന്നെ തിരുവനന്തപുരത്തുള്ളത് ഒരു കിംസ് ആശുപത്രിയാണ്. അവിടുത്തെ ചികിത്സ ചെലവ് ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതല്ല. പിന്നെ പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ താമസം ഇടുക്കിയിലായതുകൊണ്ട് നമുക്ക് എറണാകുളത്ത് അമൃതയിൽ കാണിക്കാം. അങ്ങനെ പല പല ആശുപത്രികൾ, നമ്മളെ പല സുഹൃത്തുക്കളും പല ബന്ധുക്കളും പലരും പല നിർദ്ദേശങ്ങൾ പറഞ്ഞു പല ആശുപത്രിയിൽ പോകാം. അപ്പം പറഞ്ഞ് 2 മാസം സമയമുണ്ടല്ലോ, അപ്പോഴത്തേക്ക് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഇടുക്കിയിൽ കല്ലാറെന്നുള്ള സ്ഥലത്ത്, നെടുങ്കണ്ടത്തിനടുത്ത് കല്ലാറെന്നുള്ള സ്ഥലത്ത് നമ്മുടെ മലങ്കര സഭയുടെ ബദനി ആശ്രമമുണ്ട്. ബദനി അച്ഛന്മാരുടെ ഒരു ആശ്രമമുണ്ട്. അവിടെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാറുണ്ട്. അവിടെ കുർബാനയ്ക്ക് പോയപ്പോൾ ഒരു ദിവസം രാവിലെ കുർബാന ഞങ്ങളൊരു 10-12 പേരെ കുർബാനയ്ക്ക് കൊണ്ടാവാറുള്ളൂ. ഒരു ചേച്ചി അത് മഴയായത് കാരണം എൻ്റെ അവിടെ വന്നുകൊണ്ടെന്ന് ചോദിച്ചു കാറിൽ. അപ്പോൾ ഞാൻ ആ ചേച്ചിയെ കണ്ടിട്ടുണ്ട്, പക്ഷേ പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. ഒരു 5 മിനിറ്റ് യാത്രയുള്ളൂ ചേച്ചിയുടെ വീടെത്താനായിട്ട്. അപ്പോൾ ഞങ്ങൾ ചേച്ചി കാറിൽ കയറി. ലീലാമ ചേച്ചി എന്നാണ് പേര്. അപ്പോൾ ലീലാമ ചേച്ചി എൻ്റെ അടുത്ത് പേരും ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് ഞാൻ ചേച്ചി എടുത്തോളം ചേച്ചി ഇങ്ങനെ എൻ്റെ ഭാര്യയ്ക്ക് ഒരു അസുഖമാണ്, പിന്നെ ചേച്ചി പ്രാർത്ഥിക്കണം,
ചേച്ചി പെട്ടെന്ന് തന്നെ ചേച്ചിയുടെ കയ്യിലൊരു കൊന്ത ഉണ്ടായിരുന്നു. ആ കൊന്ത എടുത്തിട്ട് ഒരു മിനിറ്റ് ഇങ്ങനെ കണ്ണടച്ച് പ്രവർത്തിച്ച് പറഞ്ഞു, അത് ക്യാൻസറിൻ്റെ തുടക്കമാണല്ലോ, അമ്മയെ പിടിച്ചോളാൻ പറഞ്ഞു. അമ്മയെ വിളിച്ചാൽ മതി, ഇതെല്ലാം ശരിയായിക്കോളും എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ചേച്ചിയെ പരിചയപ്പെടുന്നത്. ആ ചേച്ചി ഇങ്ങനെ പറയുകയും ചെയ്തു. പിന്നെ ചേച്ചി ഇങ്ങനെ പോയി. അപ്പോൾ ചേച്ചി പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടയ്ക്ക് ദിവസം ചേച്ചി എന്നെ വിളിച്ച് ചോദിച്ചു, ഏതാ ആശുപത്രിയിൽ കാണിക്കാൻ പോകുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു തീരുമാനമായിട്ടില്ല, ഇങ്ങനെ RCC ഉണ്ട്, ജിംസ് ഉണ്ട്, അമൃതയുണ്ട്, ലേക്ക് ഷോർ, അങ്ങനെ ഏതാണ്ട് ഇങ്ങനെ ചർച്ച നടക്കുന്നേ ഉള്ളൂ, ഒന്നും ഇതുവരെ തീരുമാനമായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞ് കോട്ടയത്ത് കാരിത്താസ് എന്നൊരു ആശുപത്രിയുണ്ട്, അവിടെ ഒരു ഡോക്ടറെ ജോജോ വി ജോസഫ് ഉണ്ട്, അദ്ദേഹത്തെ പോയി കാണാൻ പറഞ്ഞു. അപ്പോൾ ഈ കാരിത്താസ് ആശുപത്രി ഞങ്ങളിങ്ങനെ കോട്ടയത്തോടെ ഇങ്ങനെ യാത്ര ചെയ്യപ്പെടുത്തേക്ക് കണ്ടിട്ടുണ്ടെങ്കിലും അവിടെ ഇത്ര വലിയൊരു ആശുപത്രിയാണെന്ന്, അവിടെ ക്യാൻസറിന് ചികിത്സയുള്ള കാര്യമൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഈ ചേച്ചിക്ക് അറിയില്ല, ഈ ജോജോ വി ജോസഫ് എന്നുള്ള പേര് അറിയാം, അത് ഏത് ഡോക്ടറാണെന്ന്, ക്യാൻസറിൻ്റെ ഡോക്ടറാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോക്ടറാണോ അറിയില്ല. പേരും ആശുപത്രി മാത്രമേ ചേച്ചിക്ക് അറിയാവൂ. ഞാൻ ഉടനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി, ആശുപത്രി ഈ ഡോക്ടർ ജോജോ വി ജോസഫിൻ്റെ പേര് അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർ ഒരു ഓങ്കോളജി സർജനാണ്. അതായത് ഞങ്ങളുടെ നിന്ന് ഈ ലാബിൽ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഓങ്കോളജി സർജനെ പോയി കാണണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡോക്ടർ ഒരു ഓങ്കോളജി സർജനാണ്. അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഈ ബ്രസ്റ്റ്, പിന്നെ കഴുത്ത്, ഇതിനൊക്കെ സ്പെഷ്യലിസ്റ്റായ ഡോക്ടറാണ്. ഇവർക്ക് അത് തന്നെയാണ് പ്രശ്നം, ബ്രസ്റ്റിന് കഴുത്തിലുള്ള പ്രശ്നം. അങ്ങനെ ഞങ്ങൾ ബാക്കിയെല്ലാം ആശുപത്രി ഉപേക്ഷിച്ച് കാരിദാസിൽ തന്നെ പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ രണ്ടും കൂടെ ദിവസം കാരിദാസിൻ്റെ റിപ്പോർട്ടൊക്കെ ആയിട്ട് പോയി. ആദ്യമേ തന്നെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ അത്രയും ഗുരുതരമായ ഒരു സ്വഭാവമുള്ളതായിട്ടൊന്നും പറഞ്ഞില്ല. റിസൾട്ടൊക്കെ വായിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളന്ന് ബയോപ്സി ചെയ്തതിൻ്റെ റിസൾട്ട് ഓപ്പറേഷൻ ചെയ്ത ആശുപത്രിയിൽ പോയിട്ട് ആ റിസൾട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ആ റിസൾട്ട് കൊണ്ടുവന്ന് കാണിച്ചു. പിന്നെ കഴുത്തിന് തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് FNAC കുത്തി പരിശോധനയുണ്ട്, അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് റിസൾട്ടായി. ഞങ്ങളെ വിളിച്ചു ചെല്ലാൻ പറഞ്ഞു. ഡോക്ടറെ കണ്ട് സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ ഇപ്പം നിലവിൽ പേടിക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് ആ എടുത്തു മാറ്റിയ ഭാഗത്ത് മാത്രമേ ക്യാൻസർ സെല്ലുള്ളൂ, നിലവിൽ ക്യാൻസർ രോഗത്തിൻ്റെ യാതൊരു ലക്ഷണവും ഇപ്പോൾ കാണുന്നില്ല, അവിടെ നിങ്ങളിപ്പോൾ നിലവിൽ ചികിത്സയൊന്നും ചെയ്യണ്ട, തൽക്കാലം ഞാനൊരു ഗുളിക തരാം, ഒരു 3 മാസത്തേക്ക് ആ ഗുളിക കഴിച്ചാൽ മതി. അത് വളരെ വില കുറഞ്ഞ ഗുളിക, ഒരു മാസത്തേക്ക് 100 രൂപ. അങ്ങനെ 3 മാസത്തേക്ക് 300 രൂപയുടെ ഗുളിക തന്നെ ഞങ്ങളെ വിട്ടു. ഇപ്പോൾ ആ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം, കീമോ ചെയ്യണം, റേഡിയേഷൻ ചെയ്യണം എന്നെല്ലാം പറഞ്ഞെടുത്ത് വെറും 300 രൂപയ്ക്ക് ഉള്ള ഗുളിക നിന്ന് ദൈവം ആ രോഗം ഞങ്ങൾ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷി.